ഹായ് ഓൾ. EDU06-ന്റെ ഭാഗമായിട്ട് നടക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൂപ്പ് 2ന്റെ വീഡിയോ ആണിത്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് കോത്താരി കമ്മീഷൻ ആൻഡ് നാഷണൽ പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ഈ ഒരു പ്രോഗ്രാം എല്ലാവരും കണ്ട് ആസ്വദിക്കണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ലേണിംഗ് വിത്ത് ഫ്ലേവേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് കോത്താരി കമ്മീഷൻ. നമുക്കറിയാം കോത്താരി കമ്മീഷൻ വളരെ സ്ട്രെങ്ത് ഉള്ളതാണ്. എഡ്യൂക്കേഷൻ റിഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണ് കോത്താരി കമ്മീഷൻ. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യമായി ക്യാരറ്റ്. ഇത് വെറും ഒരു ക്യാരറ്റ് അല്ല, ആണോ? അല്ല, ഇതാണ് നമ്മുടെ കരിക്കുലം. എന്താണ് കരിക്കുലം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കരിക്കുലം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം. കാരണം ഇത് കട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ കറിക്ക് നല്ല സ്വാദ് ഉണ്ടാവത്തുള്ളൂ. ഏത് കറിക്ക്? കോത്താരി കമ്മീഷൻ എന്ന ഈ കറിക്ക്. കാരണം ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന എന്താണ് ഇതിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്? യൂണിഫോം നാഷണൽ കരിക്കുലമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം വളരെ ശ്രദ്ധയോട് കൂടി വേണം നമ്മളിത് കട്ട് ചെയ്യാൻ, കേട്ടോ. ഇങ്ങനെ തിൻ സ്ലൈസസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പരിചയപ്പെട്ടാലോ? പൊട്ടാറ്റോ. ഇതൊരു വെറും പൊട്ടറ്റോ അല്ല. ഇതെന്താണ്? കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബോത്ത് വൊക്കേഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, പ്രാക്ടിക്കലും പേർപ്പസ്ഫുള്ളും ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഗ്രീഡിയന്റ് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അവൈലബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് വളരെ ശ്രദ്ധയോടെ കട്ട് ചെയ്യാം. ഓക്കെ, വളരെ തിന്നായിട്ട് വളരെ അളവിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇത് ആഡ് ചെയ്യാൻ, കേട്ടോ. അതിന് തൊലി കളയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെട്ടല്ലോ. ഇതവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് കറി ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെയ്താൽ മതിയോ? പോരെ. നമുക്ക് ഇനി എന്താണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വേണ്ടത്? കുറച്ച് സ്പൈസി ആവണ്ടേ? സ്പൈസ് ഇല്ലാത്ത കറികൾ നമുക്ക് രുചികരമായി തോന്നുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിന് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സ്പൈസി കോമൺ സ്കൂൾ അല്ലെ? എന്താണ് സ്പൈസി കോമൺ സ്കൂൾ? അടുത്ത ഇൻഗ്രീഡിയന്റ്, അയ്യോ, കണ്ണ് നിറഞ്ഞു പോകുന്ന ഇൻഗ്രീഡിയന്റ് എന്താണ്? സവാള. ഈ ഇൻഗ്രീഡിയന്റ് ആണ് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്ട്രക്ചർ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഫോർ ടീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചില്ലറക്കാരനാണോ? അല്ല, സവാള വലിയൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഈ കോത്താരി കമ്മീഷന്റെ മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ വേണ്ട രീതിയിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വളരെ സ്ട്രെങ്തി ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു കോത്താരി കമ്മീഷനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കോത്താരി കമ്മീഷനും ഇൻഗ്രീഡിയൻസും പരിചയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല ഡിഷസുമായിട്ട് വരും വരെ ഗുഡ് ബൈ. താങ്ക് യു. ഹലോ ഗൈസ്, ഞാൻ അർച്ചന. കോത്താരി കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താണ് ഇന്ത്യൻ ഫ്യൂഷൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പൊ അഞ്ജലി എന്നാ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തന്നിരുന്നു. അപ്പൊ അഞ്ജലി എന്തൊക്കെയാണ് കട്ട് ചെയ്ത് തന്നിരിക്കുന്നത്? മെയിൻ ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് ഇത്. കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള വെജിറ്റബിൾ. ഓക്കെ, അതിന് വേണ്ടി അഞ്ജലി എനിക്ക് എന്ത് ചെയ്തു? അതില് ഓരോ പ്രധാനപ്പെട്ട എന്ന് വന്നു, എങ്ങനെ വന്നു, എന്തൊക്കെയായിരുന്നു ഇത് ഫീച്ചേഴ്സ്, കുറച്ച് റെക്കമെൻഡേഷൻസ്, റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ എനിക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നു അഞ്ജലി എനിക്കിപ്പോ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇച്ചിരി മസാലയൊക്കെ പുരട്ടിയാലോ അല്ലേ? മസാലയൊക്കെ ഇല്ലാതെ എന്ത് ബിരിയാണി? അപ്പൊ നമുക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചാലോ? അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്ന മസാല എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി അല്ലേ? അപ്പൊ നമുക്ക് ചേർക്കാം. 1 സ്പൂൺ അളവിലാണ് ഞാൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ചേർത്തേക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ മസാല ഒന്ന് തേക്കാം. ഇപ്പൊ ഈ മസാലയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാന്ന് ചോദിച്ചാല്,
ആ, ഈ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ആ, നമ്മുടെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനായിരിക്കും. അപ്പൊ അതിന് വേണ്ടി വേറെ ചിലരൊക്കെ ഇൻക്രീസ് ചെയ്തെങ്കിൽ എഡ്യൂക്കേഷൻ നല്ലതായിരിക്കണ്ടേ? അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്തു? സയൻസിനെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയാ നമ്മുടെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ വെക്കേഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി. അതൊക്കെയാണ് ഈ പ്രൊമോട്ടിങ് ഇൻ പ്രൊഡക്ടിവിറ്റി എന്ന നമ്മുടെ ഈ ഇൻഗ്രീഡിയന്റിന്റെ, അതായത് ഈ ഇൻഗ്രീഡിയന്റ് സ്പെഷ്യാലിറ്റീസ് ഒക്കെ അതിന്റെ പ്രത്യേകതകളൊക്കെ ഇതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കുറച്ചുകൂടെ സ്പൈസസ് ചേർക്കാം അല്ലേ? അപ്പൊ കുറച്ചുകൂടെ സ്പൈസസ് ചേർക്കുമ്പോഴേ ബിരിയാണി നന്നാവത്തുള്ളൂ. അപ്പൊ അടുത്ത സ്പൈസസ് എന്ന് പറയുന്നത് പ്രൊമോട്ടിങ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ. ഇത് ഞാൻ ചേർത്തു. അപ്പം ഈ സ്പൈസസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, അതായത് ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തേത്. പിന്നെ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം വിദ്യാഭ്യാസം ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ, ബുദ്ധിയുള്ളവരോ ബുദ്ധിയില്ലാത്തവരെന്നോ അങ്ങനെയുള്ള വേർതിരിവൊന്നും പാടില്ല എന്നുള്ളതാണ് അടുത്തത്. അതാണ് അങ്ങനെയുള്ള ഒരു വിടവൊക്കെ ഉണ്ട്, അതൊക്കെ നികത്തി പോവുക എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു സവിശേഷത. പിന്നെന്ന് പറയുന്നത്, നമുക്കൊരു ഉറച്ച ഭാഷ വേണം അല്ലെ? നമ്മുടെ മദർ ടങ് വേണം നമ്മൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള പുതിയ വേറെ ഭാഷകൾ, ഹിന്ദിയൊക്കെ വേണം, സാൻസ്ക്രിറ്റ് വേണം, ഇംഗ്ലീഷ് വേണം. അങ്ങനെ നമ്മുടെ കുറച്ച് മോഡേൺ ഭാഷകളും ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഇതാണ് ഈ സ്പൈസസിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇനി ലാസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ലാസ്റ്റത്തെ സ്പൈസസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് മോഡേണൈസേഷൻ ആണ്. അതെ, അപ്പൊ ബിരിയാണിക്ക് ബിരിയാണിയുടേതായ ഫ്ലേവർ കിട്ടണ്ടേ? അതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഒരു സ്പൂണിന്റെ അളവിലാണ് ഇട്ടത്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ശാസ്ത്രീയവും സാങ്കേതികവുമായിട്ടുള്ള അറിവുണ്ടെങ്കിലല്ലേ നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എനിക്ക് വെറുതെ കുറച്ച് അരി ഇടുന്നു, പച്ചക്കറി ഇടുന്നു, എന്തോ സാധനം കലക്കി കൂട്ടി പോലെ, അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ശാസ്ത്രീയവും സാങ്കേതികമായിട്ടൊക്കെ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ആണ് ഈ സ്പൈസസിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും എന്ന് പറയുമ്പോ, പിന്നെ ഈ സ്പൈസസ്, ഈ മസാലയുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ, എപ്പോഴും ഒരേ മസാല ഇട്ട ബിരിയാണി നന്നാവുമോ? ഇല്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സ്പെഷ്യൽ മസാല ഇട്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ കമ്മീഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോഴും സ്കൂളുകളുടെ അവിടുത്തെ സമ്പ്രദായങ്ങളിലൊക്കെ മാറ്റം വരണം അല്ലേ? അതും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സവിശേഷതയാണ്. പിന്നെന്ന് പറയുന്നത്, കുറച്ചുകൂടെ തൊഴിലധിഷ്ഠിതമായിട്ടൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോഴും നമ്മുടെ ബിരിയാണി ഇത്രയും സ്പൈസസിലൊക്കെ കിടന്ന് നമ്മുടെ ബിരിയാണി കുറച്ചുകൂടെ നന്നാവും, അതിന്റെ ഫ്ലേവർ ഒക്കെ പിടിച്ച്. അപ്പം എന്ത് ചെയ്യാം, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇപ്പൊ ഇത്രയും മസാല ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, ഞാൻ ഗോപിക. അപ്പം നമ്മുടെ കോത്താരീസ് കിച്ചണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണി ആയിരുന്നു. അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മുടെ അഞ്ജലി നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മുടെ അർച്ചന ഈ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് പൊടിയും ഉപ്പും സ്പൈസസും ആവശ്യത്തിന് ഫ്ലേവറൊക്കെ ആഡ് ചെയ്ത് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. ഇനി നമ്മുടെ ബിരിയാണി മേക്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ബിരിയാണി ലെയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ഇന്നിവിടെ നമ്മുടെ ബിരിയാണി ലെയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മുടെ ബിരിയാണി ഞാൻ 10+2+3 എന്ന രീതിയിലാണ് നമ്മുടെ ബിരിയാണി ലെയർ ചെയ്യുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ലെയർ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ 3 ബൗളിലാക്കി വെച്ചിട്ടുണ്ട്, 3 സെപ്പറേറ്റ് ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 3 സെപ്പറേറ്റ് ബൗളിൽ വെക്കാൻ കാരണം നമ്മൾ 3 ലെയറിനും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 സെപ്പറേറ്റ് ലെയറിൽ വെച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ അർച്ചന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ലെയർ ചെയ്യാം. ഓക്കെ, അപ്പം അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ലെയർ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വയ്ക്കാമെന്നാണ്. അപ്പം നമ്മുടെ പാത്രം റെഡിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഗീ ഒഴിക്കാൻ കാരണം നമ്മുടെ ഒരു ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബേസ് അടിപൊളിയായിട്ട് സെറ്റ് ആവണമെന്നാണ്.
നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് ഒരു ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വീടിൻ്റെയൊക്കെ കാര്യം നോക്കുമ്പം നല്ലൊരു അടിസ്ഥാനം നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വീട് നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണിയും. നല്ലൊരു ബേസ് നല്ലൊരു ഫൗണ്ടേഷൻ നമുക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ആദ്യം ഞാനിങ്ങനെ ഗീ ഒഴിച്ചത്. അപ്പം ഗീ ഒഴിക്കാതെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ലെയർ ചെയ്ത് ഒന്നും നോക്കാതെ ലെയർ ചെയ്ത് പോയാൽ ചിലപ്പം അത് കരിയാൻ മടി പിടിക്കാം, അത് ബിരിയാണി നല്ല ടേസ്റ്റ് ഒന്നും കാണില്ല, ചിലപ്പോൾ അത് കഴിക്കാൻ പോലും കൊള്ളത്തില്ലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഗീ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ബിരിയാണി നമ്മൾ ആദ്യം ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബേസ് ലെയർ ആയിട്ടുള്ള 10 ഇയർ എഡ്യൂക്കേഷൻ ലെയർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ബേസ് ലെയർ 10 ഇയർ എഡ്യൂക്കേഷൻ ലെയർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പം ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ലെയറിൽ ബേസിക് ആയിട്ടുള്ള ഫ്ലേവേഴ്സാണ്. ബേസിക് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പം ലേണിങ്, ലാംഗ്വേജ്, നമ്പർ, സോഷ്യൽ വാല്യൂസ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബേസ് ലെയറിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സ്പൈസസ് എന്ന് പറയുന്നത്, ഫ്ലേവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ബേസ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അർച്ചന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിഡിൽ ലെയർ സെക്കൻഡ് ലെയർ മിഡിൽ ലെയർ നമുക്ക് സെറ്റാക്കാം. മിഡിൽ ലെയർ എന്ന് പറയുന്നത് +2 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലെയറാണ് നമ്മുടെ മിഡിൽ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിൽ ഡൈവേഴ്സ് ഫ്ലേവേഴ്സ് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഡൈവേഴ്സ് ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സയൻസ് ആഡ് ചെയ്യാം, ഹ്യൂമാനിറ്റീസ് ആഡ് ചെയ്യാം, കൊമേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ്, നമുക്കിഷ്ടമുള്ള ചോയ്സ് നമുക്ക് ഈ ഒരു ലെയറിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ എൻ്റെ ഒരു ചോയ്സ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന സയൻസ് ഫ്ലേവറാണ്. ആ ഒരു ഫ്ലേവറാണ് ഞാൻ ഈ മിഡിൽ ലെയറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കത് സെക്കൻഡ് മിഡിൽ ലെയർ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മിഡിൽ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അർച്ചന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി റിമൈനിങ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലെയറിലോട്ട് പോവാം. ഫൈനൽ ലെയർ എന്ന് പറയുന്നത് +3 ഡിഗ്രി ലെവൽ എഡ്യൂക്കേഷൻ ലെയറാണ്. +3 ഡിഗ്രി ലെവൽ എഡ്യൂക്കേഷൻ ലെയറാണ് നമ്മുടെ ഫൈനൽ ലെയർ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെ ഹയർ ലെവൽ സ്പൈസാണ്, ഹയർ ലെവൽ ഫ്ലേവറാണ് ഈ ഒരു ലെയറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡിൽ ലെയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഹൈ ലെവൽസ് ഫ്ലേവറാണ് ഞാൻ ഈ ഒരു ഫൈനൽ ലെയറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഹയർ ലെവൽ ഫ്ലേവർ എന്ന് പറയുമ്പം അത് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഇതിൽ ആഡ് ചെയ്യാം. മെഡിസിൻ ഫ്ലേവർ ആഡ് ചെയ്യാം, എഞ്ചിനീയറിംഗ് ഫ്ലേവർ ആഡ് ചെയ്യാം, ടീച്ചിങ് ഫ്ലേവർ ആഡ് ചെയ്യാം, പിന്നെ ആർട്ട് ഫ്ലേവർ ആഡ് ചെയ്യാം. അങ്ങനെ ഇതുപോലത്തെ ഹയർ ലെവൽ ഫ്ലേവർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഫൈനൽ ലെയറിൽ ആഡ് ചെയ്തിരിക്കുന്നത് ടീച്ചിങ് ഫ്ലേവറാണ്. ഓക്കെ, ടീച്ചിങ് ഫ്ലേവറാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഗീ ഒഴിക്കാം. ഓക്കെ, അങ്ങനെ ഗീ ഒഴിച്ച് നമ്മുടെ ബിരിയാണി ലെയർ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കുക്ക് ചെയ്യാൻ വെക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, ഗ്യാസ് ഓൺ ചെയ്തു, കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണി എന്ന് പറയുന്നത് ബ്ലെൻഡഡ് ഫ്ലേവേഴ്സ് ആണ്. നോളേജ്, സ്കില്ല്, ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് ബ്ലെൻഡഡ് ഫ്ലേവേഴ്സാണ് നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണി സിമ്മറിലിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ട് ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജസിലും ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവർ ഗ്രോ ചെയ്ത് പോകുന്നത്. അപ്പം അതുപോലെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണി എന്ന് പറയുന്നത്. ഒരുപാട് ടൈം എടുത്ത് കുക്കായാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണി നമുക്ക് കിട്ടുള്ളൂ.
അപ്പം അതുകൊണ്ട് നമുക്ക് സ്ലോ ആയിട്ട് ടൈം എടുത്ത് കുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫ്ലേവർ ഈ ഒരു ഫ്യൂച്ചർ ഇന്ത്യ ബിരിയാണിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മളിന്ന് ഫ്യൂച്ചർ ഇന്ത്യൻ ബിരിയാണിയുടെ 4th സ്റ്റേജിലോട്ട് പോവുകയാണ്. അപ്പോൾ 3rd സ്റ്റേജിൽ ഗോപിക പറഞ്ഞു ബിരിയാണിയുടെ ലെയേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷനെ കുറിച്ചെല്ലാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഞാനിനി ഈ ലെയേഴ്സ് ആക്കിയിട്ടുള്ള ബിരിയാണി റൈസിൻ്റെ ഫ്ലേവർ, അതായത് അതിൽ മസാലാസ് ആഡ് ചെയ്യുന്നൊരു എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യൂണിറ്റി മസാല ബിരിയാണി റൈസിൽ നമ്മൾ ഇത് ആഡ് ചെയ്താലോ റൈസ് കുറച്ചും കൂടെ ഫ്ലേവേർഡ് ആയിട്ടും നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ യൂണിറ്റി ഫ്ലേവറിങ് റൈസ് അതിൽ മസാല ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ട മസാല എന്ന് പറഞ്ഞാൽ 3 ലാംഗ്വേജ് ഫോർമുല. ഇത് പ്രധാനപ്പെട്ട ഒരു ഫ്ലേവേർഡ് മസാലയാണ്. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ബിരിയാണി ടേസ്റ്റിയോ അല്ലെങ്കിൽ സ്പൈസിയോ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ 3 ലാംഗ്വേജ് ഫോർമുലയിൽ 3 എണ്ണം ഉണ്ട്. മദർ ടങ് ഓർ റീജിയണൽ, നാഷണൽ ലാംഗ്വേജ് ഓർ ഇംഗ്ലീഷ് ഓർ ഫോറിൻ ലാംഗ്വേജ്. ഈ മസാലയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ മദർ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ്, അതായത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ അറിയണം. അതിലൂടെ നമുക്ക് എഡ്യൂക്കേഷൻ നേടണം. ഫസ്റ്റ് ലാംഗ്വേജ് ഷുഡ് ബി ലേൺ ഫ്രം മദർ ടങ്. അതായത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് നമ്മുടെ മദർ ടങ് അതിലൂടെ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി. അതായത് നമുക്കെല്ലാവരും അറിയാം നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഇപ്പോൾ കേരളം മുതൽ അങ്ങ് ജമ്മു കാശ്മീർ എടുത്താലും എല്ലാ സ്കൂളുകളിലും ഹിന്ദി കോമൺ ലാംഗ്വേജ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ അറിയണം എന്നുള്ള രീതിക്ക് ഹിന്ദി ഒരു നാഷണൽ ലാംഗ്വേജ് എല്ലാവരും പഠിക്കണം, അറിയണം എന്നുള്ളത് കൊണ്ട് ഹിന്ദി കുറച്ചും കൂടെ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും ഹിന്ദി ഒഫീഷ്യലായിട്ട് നമുക്ക് പഠിക്കാൻ 10th വരെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓർ ഫോറിൻ ലാംഗ്വേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ വേൾഡ് ലാംഗ്വേജ് എന്നും കൂടെ പറയാം. അതായത് ഇംഗ്ലീഷ് അറിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയാലും സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് 3 ലാംഗ്വേജ് ഫോർമുല എന്ന മസാലയിൽ നമുക്ക് പറയുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മദർ ടങ് ഓർ റീജിയണൽ ലാംഗ്വേജസ്, ഹിന്ദി ഓർ നാഷണൽ ലാംഗ്വേജസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓർ ഫോറിൻ ലാംഗ്വേജസ്. ഇത് 3 ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന മസാലയിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യൻ ബിരിയാണിയിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മസാല എന്ന് പറഞ്ഞാൽ മോറൽ ആൻഡ് വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത് പ്രധാനപ്പെട്ട ഒരു ഫ്ലേവേർഡ് മസാലയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഒരു കുട്ടിക്ക് റൈറ്റ് എന്താണ്, റോങ് എന്താണ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ പോസിറ്റിവിറ്റി എന്താണ്, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതാണ് ഈ മോറൽ വാല്യൂസ് ഇൻ എഡ്യൂക്കേഷനിൽ പറയുന്നത്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നമ്മുടെ ക്യാരക്ടർ ബിൽഡിങ്, നല്ലൊരു ക്യാരക്ടർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് എന്താണ്, റോങ് എന്താണ് എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ എംപവർ ആകും, കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് ഓരോ ഡിസിഷൻ എടുക്കാനും ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എംപവർ ആകുന്നു കുറച്ചും കൂടെ. അതാണ് ഈ രണ്ടാമത്തെ ഫ്ലേവേർഡായ മോറൽസ് ആൻഡ് വാല്യൂസിൽ പറയുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മസാല എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ്. എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഈ ബിരിയാണി കുറച്ചും കൂടെ ഫ്ലേവേർഡ് ആവാനും അതുപോലെ തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു മസാല എന്ന് ആഡ് ചെയ്തതോടെ ഇതിന്റെ അവസാനത്തെ പാർട്ടായി, അതായത് നമ്മുടെ യൂണിറ്റി മസാല ഫ്ലേവറിലെ അവസാനത്തെ പാർട്ടാണ് എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ്. എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ GDP എങ്ങനെയെല്ലാം ഗ്രോത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജിൽ പറയുന്നത്.
ഇതിലൂടെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, അതായത് നമ്മുടെ എക്കോണമി വളരും, GDPന്റെ അളവ് കൂടുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എക്കോണമി ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെയാണ് എംപവർമെന്റ്. അതായത് ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓരോ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയാലും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതോടെ നമ്മൾ കുറച്ചും കൂടെ എംപവർ ആകുകയും സൊസൈറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും നമുക്ക് സാധിക്കും. അപ്പോൾ പിന്നെ കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നീഡ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ യൂണിറ്റി ഇൻ മസാല എന്ന ബിരിയാണിയിൽ നമ്മൾ ഫ്ലേവേർഡായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് ദേവരാജ് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു. കോത്താരി ബിരിയാണി ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കോത്താരി ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാം. 5 ഷെഫുമാർ ചേർന്നാണ് ഈ കോത്താരി ബിരിയാണി തയ്യാറാക്കിയത്. കുറേ പ്രത്യേകതകൾ ഈ കോത്താരി ബിരിയാണിക്കുണ്ട്. 1964 ഈ കോത്താരി ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ വികസനത്തിന് വളരെയധികം സഹായിച്ച ഒരു റെസിപ്പിയായിരുന്നു ഈ കോത്താരി ബിരിയാണി. ഈ കോത്താരി ബിരിയാണി 10+3+2+ എന്നൊരു മാതൃകയിലാണ് തയ്യാറാക്കപ്പെടുന്നത്. 10+2+3 എന്ന മാതൃക തന്നെയാണ് കോത്താരി ബിരിയാണിയുടെ അടിസ്ഥാനവും വിജയവും എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ മധുരകരവും സക്സസ്ഫുള്ളാക്കിയതും ഈ ഒരു മാതൃക തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മാതൃഭാഷകളും പിന്നെ അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഈ ബിരിയാണിയും മറ്റ് ബിരിയാണികളിൽ നിന്നും വളരെയധികം മഹത്തരമാക്കി. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ്റെ വിജയത്തിന് ഈ ബിരിയാണിക്ക് വളരെ ഒരു പങ്ക് അർഹിക്കുന്നുണ്ട്. അടിസ്ഥാന ഘടകമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നൊരു മാതൃക നമ്മുടെ കോത്താരി ബിരിയാണി വളരെയധികം നന്നായിട്ട് കൊണ്ടുവന്നു. 6-നും 14 വയസ്സിനിടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഈ കോത്താരി ബിരിയാണിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇത് ഇന്ത്യൻ്റെ രാജ്യത്തിലെ എല്ലാ കുട്ടികൾക്കും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നൽകാൻ സഹായിച്ച ഒരു കാര്യമാണ്. കോത്താരിയും 17 മെമ്പർമാരും ചേർന്നാണ് ഈ ബിരിയാണി ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ഇത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന് അടിത്തറയേൽക്കി രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ഡെവലപ്മെൻറ്റിന് ഇതൊരു വലിയൊരു നാഴികക്കല്ലാണ്. ഈ ബിരിയാണി ഞാനും ഈ 5 ഷെഫുമാർ നന്നായി പാകം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. എല്ലാവർക്കും നമസ്കാരം. ഫിലോസഫി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒരു സാമ്പാറാണ്. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കൊണ്ടുവരണേന്ന്. അങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഈ സാമ്പാറിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു വെറൈറ്റി പേരാണ് ഈ സാമ്പാറിനുള്ളത്. ഈ സാമ്പാറിൻ്റെ പേരെന്ന് പറയുന്നത് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ആണ് സാമ്പാറിൻ്റെ പേര്. സാമ്പാർ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇതില്ലേ, ഈ ഒരു പേരോ സാമ്പാറിന് ഇങ്ങനെയുണ്ടോ പേര്? സാമ്പാറിന് ഇങ്ങനെ ഒരു പേരുണ്ട്, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, NEP എന്നാണ് ഈ സാമ്പാറിൻ്റെ പേര്. അപ്പോൾ NEP സാമ്പാറിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് സാമ്പാറിൻ്റെ ഒരു ഇത് പറയാം. ഈ സാമ്പാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സദ്യകളിലും ഉത്സവ സദ്യകളിലായാലും കല്യാണ സദ്യകളിലായാലും എല്ലായിടത്തും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണിത് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ NEP സാമ്പാർ 1986 ഈ NEP സാമ്പാറിൻ്റെ ഒരു പോളിസി നിലവിൽ വന്നത് 1986. ഇത് അനൗൺസ് ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഇത് അനൗൺസ് ചെയ്തത് രാജീവ് ഗാന്ധിയുടെ സമയത്താണ് ഈ ഒരു പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നത്. ഈ ഒരു സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 23 ടാസ്ക് ഫോഴ്സസിനെയാണ് ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 23 ടാസ്ക് ഫോഴ്സസിനെ ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഒരു സാമ്പാറിൽ കുറേ സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വൊക്കേഷണലിസം ഉണ്ടായിരുന്നു, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ആൻഡ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു NEP എന്നൊരു സാമ്പാറിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു NEP സാമ്പാറിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് പറയാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. എല്ലാവരും വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് കമൻസിൽ വന്ന് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് വന്ന് പറയണം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു NEP സാമ്പാർ നമ്മൾ സാമ്പാറിലെടുക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ ഉള്ളൊരു കുക്കർ മതി. കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമില്ല. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പരിപ്പ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തുറന്നെടുത്തു. നല്ല മണമുണ്ടായിരുന്നു തുറന്നപ്പോൾ. അപ്പോൾ പക്ഷേ ഇല്ല കേട്ടോ.
ഇതിലോട്ട് നമ്മൾ നല്ല ചൂടുണ്ട്, ഇതിലോട്ട് നമുക്ക് അനുസരിച്ചുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കിടാം. ആദ്യമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് അമരയ്ക്കയാണ്. എസൻസ് ആൻഡ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അമരയ്ക്കാണ് ഇതിലിടാൻ പോകുന്നത്. ഈ ഒരു അമരയ്ക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു അമരയ്ക്ക് സാമ്പാറിൽ ചേർത്ത എന്താണ്, എഡ്യൂക്കേഷൻ, എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യമാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് എഡ്യൂക്കേഷൻ എന്താണ് ഉണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് കൂടും, അതുപോലെ തന്നെ എന്താണ് ഒരു സാമ്പത്തിക ആയിട്ടുള്ള മേഖലകളിൽ വളർച്ചയുണ്ടാകും. അതൊക്കെയാണ് ഈ ഒരു എസൻസ് ആൻഡ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു അമരയ്ക്കയിൽ പറയുന്നത്. അതിട്ടതിന് ശേഷം നമുക്ക് നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കിഴങ്ങിടാം. കിഴങ്ങ് വേണമല്ലോ സാമ്പാറിന്, സാമ്പാറിൽ കിഴങ്ങ് അത്യാവശ്യമാണ്. അതും നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു കിഴങ്ങാണ് നമ്മൾ ഇടുന്നത്. അത് ദേശീയ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്നൊക്കെ നമുക്ക് പറയാം. മൂന്നാമതായിട്ട് നമ്മൾ ഇടുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി ആണ്. ഈ എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി എന്ന് പറയുന്ന കൊച്ചുള്ളിയാണ് നമ്മൾ ഈ ഒരു സാമ്പാറിലിടുന്നത്. അതിനുശേഷം നമ്മൾ നാലാമതിടുന്നത്, അത് നമ്മൾ ആ കൊച്ചുള്ളിയെ പറ്റി പറഞ്ഞില്ലല്ലോ, നമ്മൾ ഓരോന്നിനെ പറ്റിയും പറയണം, കാരണം ഇതൊരു വെറൈറ്റി സാമ്പാറാണല്ലോ. എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കൊച്ചുള്ളിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ എന്താണ് വിവേചനമൊന്നുമില്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള ഒരേ വിധത്തിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം. നാലാമതായിട്ട് നമ്മളിടുന്ന റീ ഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്ന മുരിങ്ങിക്കായാണ്. മുരിങ്ങിക്ക ഞാൻ ഒരു 7-8 കട്ട് ചെയ്തിട്ടുള്ളത്. മേക്കിംഗ് ദ സിസ്റ്റം എത്തുന്നത് മത്തങ്ങയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സിന്റെയും നോംസിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നമുക്കിത് സാമ്പാർ തയ്യാറാക്കി ചേർക്കാം. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് റീഓറിയന്റിന്റെ കണ്ടന്റ് പോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വഴുതനയുടെ പ്രത്യേകമാണ് കൾച്ചറൽ എൻറിച്ച്മെന്റ്, കൾച്ചറൽ പെർസ്പെക്റ്റീവ്, കൾച്ചറൽ ട്രഡീഷണൽ, അതുപോലെ തന്നെ മോറൽ വാല്യൂസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് ക്വാളിറ്റി എന്നിവയാണ്. അപ്പൊ നമുക്ക് ഇതും എനിക്ക് സാമ്പാർ തയ്യാറാക്കുന്നതിലേക്ക് ചേർക്കാം. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് ടീച്ചർ എന്ന് പറയുന്നത് പച്ചമുളകിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടീച്ചർ ട്രെയിനിങ്, സെലക്ടഡ് സെക്കൻഡറി കോളേജ് സ്കൂൾ ടീച്ചർ ട്രെയിനിങ്, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, അതുപോലെ നെറ്റ്വർക്ക് അറേഞ്ച്മെന്റ്സ് എന്നിവയൊക്കെയാണ്. ഇത് നമുക്ക് എനിക്ക് സാമ്പാർ തയ്യാറാക്കുന്നതിലേക്ക് ചേർക്കാം. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ. ഇതിന് പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ സെൻട്രൽ അഡ്വൈസറി ബോർഡാണ് വേരിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും ഹെഡ് ഓഫ് എഡ്യൂക്കേഷൻ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിലും കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡാണ്. അപ്പൊ നമുക്ക് ഇത് എനിക്ക് സാമ്പാർ തയ്യാറാക്കുന്നത്. അടുത്ത റിവ്യൂ ആൻഡ് റിസോഴ്സ് എന്ന് പറയുന്ന പടവലാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റിവ്യൂ എന്ന് പറയുമ്പോൾ കൃത്യമായി 5 വർഷങ്ങളിൽ ഒരു അവലോകനം നടത്തുകയും ഇടവേളകളും വിലയിരുത്തുകയും ചെയ്യും. റിസോഴ്സ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലൂടെ ആകർഷകമായ ദേശീയമായ നിർത്തുകയും അത് ചിലവാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്ത ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചിങ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി സങ്കല്പിക്കാൻ കഴിയാത്ത സാധ്യമാണ്. ഇത്രയും പച്ചക്കറികൾ നമ്മൾ ചേർത്ത് നമ്മൾ കുക്കർ അടച്ച് വിസിൽ വരാൻ വേണ്ടി വെക്കാം. അപ്പൊ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാണ്. ഇപ്പൊ നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേവിച്ചു വെച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പൊടി ഇട്ടാൽ മാത്രമേ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള പൊടി ഇട്ടാൽ മാത്രമേ ഇതെന്താവുള്ളൂ, നല്ലൊരു സാമ്പാറായിട്ട് വരും. അപ്പൊ നല്ല സാമ്പാർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അളവിൽ മാത്രമേ എന്തിടാൻ പാടുള്ളൂ, പൊടികളൊക്കെ ചേർക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള പൊടികളൊക്കെ ചേർക്കാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് ഇടാൻ പോകുന്ന പൊടി എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പൊടിയാണ്. അതായത് ഇതൊരു പ്രത്യേക തരം മുളക് പൊടിയാണ്. അതുകൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ മതിയാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നമ്മൾ കൊടുക്കുന്നതല്ലേ. സാമ്പാർ എന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ 14 വയസ്സ് വരെയുള്ള കുട്ടികളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാനുള്ള സാമ്പാർ ആയതുകൊണ്ട് ഇത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്താൽ മതി. 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഇത് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചതാണ്. അപ്പൊ നമുക്കിത് 1 ടീസ്പൂൺ അളവിലേക്ക് ഇതിലേക്ക് ഇടാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പൊടിയാണ്, ഒരു പൊടി ഐറ്റമാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, 2 ടീസ്പൂൺ അളവിലാണ് കൊടുക്കുന്നത്.
അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ സാമ്പാറിലേക്ക് ഇടുന്ന മല്ലിപ്പൊടി എന്ന് പറയുന്നത് വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ടുള്ള സാമ്പാർ കഴിക്കുന്ന കുട്ടികൾക്ക് നല്ല സ്കിൽ ഉണ്ടാവും, അവർക്ക് നല്ല നല്ല തൊഴിലവസരങ്ങളൊക്കെ കിട്ടും. അപ്പൊ നല്ല സാമ്പാർ കഴിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, നല്ല സ്കില്ലും നല്ല തൊഴിലവസരങ്ങളും ഇന്നോവേഷൻ സ്കില്ലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 2 സ്പൂൺ അളവിൽ എന്തിടാണ്, മല്ലിപ്പൊടി നമ്മുടെ സാമ്പാറിലേക്ക് ഇടാണ്. അടുത്തതെന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ഈ ഹയർ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള എന്തിടണം, മഞ്ഞപ്പൊടി ഇടണം. നമ്മൾ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നത് പൊതുവെ പറയാറ് ഈ പറയുന്ന വിഷാംശമൊക്കെ നമ്മുടെ പച്ചക്കറിയിലോ അല്ലെങ്കിൽ എന്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കഴിക്കഴിഞ്ഞാൽ പോകുന്നൊക്കെ പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പൊ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ എവിടെ കൊടുക്കണം, നമ്മുടെ ഹയർ സെക്കൻഡറിയിലൊക്കെ കൊടുക്കുന്ന ഹയർ എഡ്യൂക്കേഷനിലൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഹൈ ക്വാളിറ്റി മഞ്ഞപ്പൊടി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മഞ്ഞപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി, കാരണം നല്ല ക്വാളിറ്റി ഉള്ള മഞ്ഞപ്പൊടിയാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മൾ എത്ര അളവിൽ കൊടുക്കുന്നോ അത്ര അളവിലും എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ സാമ്പാറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ പൊടി എത്തണം. എന്നാൽ മാത്രമേ സാമ്പാറിന് ഒരു ടേസ്റ്റ് കിട്ടൂ. അപ്പൊ നമ്മൾ ഇതിന്റെ അളവ് നമ്മുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ചേർക്കുക. കാരണം എല്ലാ ഭാഗത്തേക്കും എന്തെത്തണം, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എത്തണം. എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഇത് എന്ത് ചെയ്തേ പറ്റൂ, ആക്സസ് ചെയ്തേ പറ്റും. ഇനി സാമ്പാറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, ഉപ്പ്. ഉപ്പ് നമ്മൾ നമ്മുടെ എന്തിനനുസരിച്ചാണ് ഉപയോഗിക്കാറ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഈ ഇത് നമ്മുടെ സാമ്പാറിനെ ബാലൻസ് ചെയ്യുന്നൊരു സാധനമാണ് അല്ലെ. ഉപ്പുണ്ടെങ്കിലേ നമ്മൾ ഏതൊരു കറിയും എന്താവുള്ളൂ, ബാലൻസ് ആവും. അപ്പൊ നല്ലൊരു സാമ്പാർ കൂട്ടി ചോറ് കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നല്ലൊരു സയൻസ് ടെക്നോളജി ഒക്കെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല നമുക്ക് അതൊക്കെ തിങ്ക് ചെയ്യാനുള്ള സ്കില്ലൊക്കെ ഉണ്ടാവും. അപ്പൊ അത്രയും അളവിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഉപ്പിട്ടാം. ഓക്കെ, അപ്പൊ നമ്മളിതെല്ലാം ഇട്ടു. ഇനി നമ്മളിത് അടച്ച് നമ്മുടെ അടുപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന NEP സാമ്പാർ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ പാകത്തിന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നോക്കാവേ. നല്ല മണം വരണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി എന്താ ചെയ്യുക, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടണ്ടേ. ടേസ്റ്റ് ഒന്നുകൂടി കൂടുന്നതിനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കണം ഇല്ലേ. നമ്മൾ കടുക് താളിക്കാന്ന് പറയില്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കടുക് താളിക്കാൻ പോവുകയാണ്. കടുക് താളിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് നമ്മൾ കടുക് താളിക്കുന്നതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുക, എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇടുന്നു ഇല്ലേ. അപ്പോൾ നമ്മൾ ഈ കടുക് താളിച്ച് നമ്മുടെ NEP സാമ്പാറിലേക്ക് ഒഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് NEPയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നാണ്. കുറേ പച്ചക്കറികളൊക്കെ ഇട്ട് വേവിച്ച് മസാലയൊക്കെ ഇട്ട് NEP സാമ്പാർ കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ അതിലേക്ക് കടുകും കൂടി താളിച്ചൊഴിച്ചാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് NEP സാമ്പാർ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് NEP സാമ്പാർ താളിക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എണ്ണ എടുക്കുന്നുണ്ട്. ഓക്കെ, എണ്ണ ആദ്യം ഇതിലേക്ക് ഒഴിക്കാം. പാനിലേക്ക് ആവശ്യാനുസരണം എണ്ണ ഒഴിക്കുക. കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഈ എണ്ണ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. വെറുതെ കുട്ടികൾക്ക് കുറേ വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ NEP സാമ്പാറിൽ എണ്ണ ഒഴിച്ചിട്ട് വെറുതെ ഒരു ചടങ്ങിനൊഴിക്കുക. അതിനപ്പുറമായിട്ട് കുട്ടികൾക്ക് നല്ലൊരു അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, മുഴുവൻ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്ന ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന എണ്ണ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിത് അത്യാവശ്യം ഒന്ന് ചുറ്റിയൊക്കെ വയ്ക്കുക. വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് തീ ഞാൻ അത്യാവശ്യം ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്.
എണ്ണ ചൂടാവുന്നുണ്ട്. ചൂടായി ഒന്ന് തിളയ്ക്കാനായിട്ട് ആരംഭിക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അടുത്തെന്തായിടണേ കടുകാണ് ഇടുന്നത്. കടുക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇക്വിറ്റബിൾ എഡ്യൂക്കേഷനാണ്. അതായത് നമ്മൾക്ക് സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായിട്ട് എന്ത് കിട്ടണം, വിദ്യാഭ്യാസം കിട്ടണം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എഡ്യൂക്കേഷൻ ലഭ്യമാക്കേണ്ടത്. അപ്പോൾ ഇക്വിറ്റബിൾ എഡ്യൂക്കേഷനായിട്ടുള്ള കടുക് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇനി ഇത് പൊട്ടാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെ എഡ്യൂക്കേഷൻ നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരണ്ടേ. അപ്പോൾ അതിങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇടുന്നത് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോഡേണൈസേഷനാണ്. സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടായാലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് എടുത്തിട്ട് രണ്ടൊന്ന് പീസാക്കിയിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും പിടിക്കും. അപ്പോൾ NEP സാമ്പാറിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ടു. ഇനി ജസ്റ്റ് ഇതൊന്ന് മൂക്കാനായിട്ട് വയ്ക്കുക. ഓക്കെ, അതൊന്ന് മുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചേർക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ടാൽ, കറിവേപ്പില ഇട്ടാലും ഒന്നുകൂടി നമ്മുടെ NEP സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടും ഇല്ലേ. കറിവേപ്പില കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും സിഗ്നിഫിക്കൻസ് ആണുള്ളത്. ഇതിന് ഒരുപാടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാലയിൽ ഉലുവാപ്പൊടി ചേർക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മൾ താളിച്ചൊഴിക്കുന്നതിന് മുന്നേ ആയിട്ട് താളിച്ചൊഴിച്ചതിന് ശേഷം വേണമെങ്കിൽ, എല്ലാവരും ചെയ്യില്ല, വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവ കൂടി തൂവാം കേട്ടോ അവിടെ. അപ്പോൾ ഇതിലൂടെ നമുക്കിനി ഇതെടുത്തിട്ട് നമ്മുടെ NEP സാമ്പാറിലേക്ക് ഒഴിക്കാം. അപ്പം അതോടുകൂടി നമ്മുടെ NEP സാമ്പാർ ഇവിടെ തയ്യാറാകുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് നമ്മൾ സ്വാദിഷ്ടമായി ഉണ്ടാക്കിയ സാമ്പാറാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് പറയുകയാണെങ്കിൽ ചേരുവകളെല്ലാം സമാസമം ചേർത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പറ്റി. പിന്നെ മസാലകളെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ശാസ്ത്രീയമായ ചിന്ത വളർത്തുന്നുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യ അവസരങ്ങൾ നൽകുന്നു. അധ്യാപിക പരിശീലനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ ഘട്ടങ്ങളെ പുനഃക്രമീകരിക്കുന്നുണ്ട്. ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. മൊത്തത്തിൽ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് തുല്യവും ലഭ്യതയുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇതിൽ നിന്ന് കിട്ടി എന്ന് നമുക്ക് പറയാം. താങ്ക് യു.